നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും 13 മന്ത്രിമാരും പിന്നിലാണെന്ന വാർത്തകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കോന്നി തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇത് സൂചിപ്പിച്ചാണ് രാഹുലിന്റെ കുറിപ്പ്. CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞ ആളോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ടയായി അറിയപ്പെടുന്ന തളിപ്പറമ്പിൽ വോട്ടെണ്ണലിന്റെ ആദ്യ 2 റൗണ്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ UDF അപ്രതീക്ഷിത മുന്നേറ്റമാണ് നടത്തിയത്. LDF സ്ഥാനാർത്ഥി PK ശ്യാമളയെ പിന്നിലാക്കി UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ 974 വോട്ടുകൾക്ക് മുന്നിൽ എത്തിയിരുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു അത്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും UDFന് ലീഡ് നേടാനായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് വിലയിരുത്തപ്പെടുന്നത്. നഗരസഭാ പരിധിയിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ലഭിച്ച ഈ മുൻതൂക്കം UDF ക്യാമ്പുകളിൽ വലിയ ആവേശം പകർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ മൊത്തം ചിത്രമെടുത്താൽ UDF തരംഗമാണ് ദൃശ്യമാക്കുന്നത്. 96 സീറ്റുകളിൽ UDF ലീഡ് നിലനിർത്തിക്കൊണ്ടായിരുന്നു നേരത്തെ വന്ന ഫലങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധർമ്മടത്തും മന്ത്രിമാരായ AK ശശീന്ദ്രൻ, P രാജീവ് എന്നിവരടക്കം 14 മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ പിന്നിലായതും LDFന് കനത്ത തിരിച്ചടിയായി. അതേസമയം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുകയായിരുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വരും റൗണ്ടുകളിൽ ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണുമ്പോഴുള്ള ലീഡ് നിലകൾ മണ്ഡലത്തിന്റെ അന്തിമ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. അതേസമയം ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നിലാണെന്നതും ശ്രദ്ധേയമാണ്. ജനവിരുദ്ധ വികാരത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത്. മന്ത്രിമാരായ വീണ ജോർജ്, MP രാജേഷ്, R ബിന്ദു, VN വാസവൻ എന്നിവരും പിന്നിലാണ്. ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ ഭരണം മാറുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സ്ട്രോങ് റൂമുകൾ രാവിലെ 7 മുതൽ തന്നെ തുറന്നു തുടങ്ങിയിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകൾ തുറന്നത്. അതേസമയം താക്കോൽ കാണാനില്ലാത്തതിനാൽ കളമശ്ശേരി മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറക്കാനായില്ല. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ കൂടി എണ്ണുന്നതോടെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായ ലീഡ് അറിയിക്കാൻ സാധിച്ചത്. വികസനവും ക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാട്ടി LDF ജനവിധി തേടുമ്പോൾ ഭരണവിരുദ്ധ വികാരം, വിലക്കയറ്റം, തൊഴിലില്ലായ്മയും ആയുധമാക്കിയാണ് UDF പോരാടിയത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വൻ മുന്നേറ്റം തുടരുന്നു. നിലവിലെ സൂചനകൾ പ്രകാരം UDF 100 സീറ്റുകളിലേക്ക് കടക്കുകയാണ്. ഇടതുപക്ഷം മുന്നണി 44 സീറ്റുകളിലാണ് ലീഡ് ചെയ്തത്. BJPയുടെ ലീഡ് നില 2 സീറ്റുകളായി കുറഞ്ഞു. സംസ്ഥാനത്തുടനീളം UDF അനുകൂല തരംഗമാണ് ദൃശ്യമാകുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പല പ്രമുഖ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. ഭരണകക്ഷിയായ LDFന് പല സിറ്റിംഗ് സീറ്റുകളും നഷ്ടമാകുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. NDA മുന്നേറ്റം നടത്തിയ ചില മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലീഡ് നില മാറുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് NTA മുന്നിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഈ കണക്കുകൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.